Here is our next topic, issue of debentures for consideration other than cash. നമ്മൾ ഷെയറിൻ്റെ കേസിൽ പഠിച്ച പോലെ തന്നെയാണ് ആ ഷെയറിൻ്റെ പ്ലേസിൽ ഡിബഞ്ചർ, ആ ഒരു മാറ്റമേ ഉള്ളൂ ഇവിടെ വരുന്നത്. ഇഷ്യൂ ഓഫ് ഡിബഞ്ചേഴ്സ് ഫോർ കൺസിഡറേഷൻ അതർ ദാൻ ക്യാഷ്. ക്യാഷ് കൊടുക്കുന്നതിന് പകരമായിട്ട് ഡിബഞ്ചറുകൾ ഇഷ്യൂ ചെയ്യും. ഇപ്പോൾ ഡിബഞ്ചർ എന്ന് പറഞ്ഞാൽ ഞാൻ ഓൾറെഡി പറഞ്ഞു, ഡിബഞ്ചർ ഈസ് എ ഡോക്യുമെൻറ്റ് issued by the company under its common seal for acknowledging its debt. ആ കമ്പനി അതിൻ്റെ ഡെപ്റ്റ് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇഷ്യൂ ചെയ്യുന്ന ഡോക്യുമെൻ്റ്. ഒരാളുടെ കയ്യിൽ നിന്ന് 10,000 രൂപ കമ്പനി വായ്പയായിട്ട് വാങ്ങുകയാണെങ്കിൽ കമ്പനി ആ 10,000 രൂപയ്ക്ക് പകരമായിട്ട് അയാൾക്ക് ഒരു ഡോക്യുമെൻ്റ് ഇഷ്യൂ ചെയ്യും, ഒരു പ്രൂഫായിട്ട്. ആ ഡോക്യുമെൻറ്റിനെയാണ് ഡിബഞ്ചർ എന്ന് പറയുന്നത്. അപ്പോൾ അതിനകത്ത് എഴുതിയിരിക്കുന്ന കമ്പനി ബാബു എന്ന് പറയുന്ന വ്യക്തിയുടെ കയ്യിൽ നിന്നാണ് 10,000 രൂപ വാങ്ങിയതെങ്കിൽ ബാബു എന്ന് പറയുന്ന വ്യക്തിക്ക്, താങ്കൾക്ക് കമ്പനി 10,000 രൂപ കടപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഒരു ഡോക്യുമെൻ്റ് ഇഷ്യൂ ചെയ്യുന്നത്. ഇത്തരം ഡോക്യുമെൻറ്റുകളാണ് ഡിബഞ്ചർ എന്ന് പറയുന്നത്. അപ്പോൾ എന്താ മീനിങ്? ആ കടപ്പത്രം അത് മാർക്കറ്റിൽ 10,000 റുപ്പീസിൻ്റെ വാല്യൂ ഉള്ള ഒരു ഡോക്യുമെൻ്റ് ആയിട്ട് അത് കൺസിഡർ ചെയ്യും. ഓക്കെ, അപ്പോൾ നമ്മൾ ഒരു കമ്പനി ഒരു കടയിൽ പോയിട്ടൊരു അസറ്റ് പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ആ അസറ്റ് പർച്ചേസ് ചെയ്യുമ്പോൾ അതിന് പകരം ക്യാഷ് കൊടുക്കും. ഒരു 20,000 രൂപയുടെ അസറ്റ് പർച്ചേസ് ചെയ്തു, അതിന് പകരമായിട്ട് കമ്പനിയിലേക്ക് ക്യാഷാണ് കൊടുക്കേണ്ടത്. ഓക്കെ, ആ ക്യാഷ് കൊടുക്കുന്നതിന് പകരമായിട്ട് കമ്പനി എന്ത് ചെയ്യും? അയാൾക്ക് ഡിബഞ്ചർ ഇഷ്യൂ ചെയ്യും. ഇപ്പോൾ 20,000 രൂപയുടെ ഡിബഞ്ചർ ഇഷ്യൂ ചെയ്ത് കഴിഞ്ഞാൽ എന്താണ്? 20,000 രൂപ കമ്പനി അയാൾക്ക് ആ അസറ്റ് വാങ്ങിയ കടക്കാരന് കൊടുക്കാനുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ അയാൾക്ക് എന്താണെന്ന് വെച്ചാൽ ആ ഡിബഞ്ചർ ഹോൾഡർക്ക് മന്ത്ലി ഇൻട്രസ്റ്റ് കിട്ടും അവർക്ക്. ഓക്കെ, ഷെയറിൻ്റെ കേസിലാണെങ്കിൽ ഡിവിഡൻ്റാണ് കിട്ടുക, ഡിബഞ്ചറിൻ്റെ കേസിലാണെങ്കിൽ ഇൻട്രസ്റ്റ് ആണ് ഡിബഞ്ചർ ഹോൾഡേഴ്സിന് കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ സംടൈംസ് കമ്പനി പർച്ചേസ് അസറ്റ്സ് ഫ്രോം വെൻഡേഴ്സ് ആണ് സെല്ലേഴ്സിൻ്റെ കയ്യിൽ നിന്ന് കമ്പനി അസറ്റുകൾ പർച്ചേസ് ചെയ്യാം. ഇൻസ്റ്റെഡ് ഓഫ് മേക്കിംഗ് പേയ്മെൻറ്റ് ഇൻ ക്യാഷ് പേയ്മെൻറ്റ് നടത്തുന്നതിന് പകരമായിട്ട് കമ്പനി എന്ത് ചെയ്യുന്നു? ഇഷ്യൂസ് ഡിബഞ്ചേഴ്സ് ഫോർ കൺസിഡറേഷൻ ദെയറോഫ്. അവർക്ക് എന്ത് കൊടുക്കുന്നു? ക്യാഷിന് പകരമായിട്ട് ഡിബഞ്ചറുകൾ കൊടുക്കുക. സച്ച് ഇഷ്യൂ ഓഫ് ഡിബഞ്ചർ ഈസ് കോൾഡ് ഡിബഞ്ചേഴ്സ് ഇഷ്യൂഡ് ഫോർ കൺസിഡറേഷൻ അതർ ദാൻ ക്യാഷ്. ഇതിനെയാണ് ഇഷ്യൂ ഓഫ് ഡിബഞ്ചേഴ്സ് കൺസിഡറേഷൻ അതർ ദാൻ ക്യാഷ് എന്ന് പറയുന്നത്. ഇൻ ദാറ്റ് കേസ് ഓൾസോ ദ ഡിബഞ്ചേഴ്സ് മേ ബി ഇഷ്യൂഡ് അറ്റ് പാർ, പ്രീമിയം ഓർ അറ്റ് ഡിസ്കൗണ്ട്. പാറിലും പ്രീമിയത്തിലും ഡിസ്കൗണ്ടിലും ഇത് ഇഷ്യൂ ചെയ്യാവുന്ന ഡിബഞ്ചറിൻ്റെ അങ്ങനെ ഡിബഞ്ചർ ഇഷ്യൂ ചെയ്യുമ്പോഴുള്ള ജേണൽ എൻട്രി നോക്കൂ. ഓൺ പർച്ചേസ് ഓഫ് അസറ്റ്സ്, അത് നമുക്കറിയാം. അസറ്റ് അക്കൗണ്ട് അപ് ടു സെല്ലർ, വെൻഡർ. ഓക്കെ, സെല്ലർ അല്ലെങ്കിൽ വെൻഡർ എന്ന് പറയും. അസറ്റ് പർച്ചേസ് ചെയ്യുമ്പോൾ ജേണൽ എൻട്രി എന്ന് പറയുന്ന അസറ്റ് അക്കൗണ്ട് അപ് ടു വെൻഡേഴ്സ്. ദെൻ ഓൺ ഇഷ്യൂ ഓഫ് ഡിബഞ്ചേഴ്സ്, അവിടെ ഫസ്റ്റ് കേസിൽ സൺട്രി അസറ്റ്സ് ആണ്. സൺട്രി അസറ്റ് പറഞ്ഞാൽ എത്ര അസറ്റ് വാങ്ങിയോ മൊത്തം അസറ്റ്, അതാണ് മീൻ ചെയ്യുന്നത്. മുഴുവൻ അസറ്റ്, സൺട്രി അസറ്റ്സ് അക്കൗണ്ട് അപ് ടു വെൻഡേഴ്സ്. ദെൻ ഓൺ ഇഷ്യൂ ഓഫ് ഡിബഞ്ചേഴ്സ്, അസറ്റ് വാങ്ങുമ്പോൾ സൺട്രി അസറ്റ് അക്കൗണ്ട് അപ് ടു വെൻഡർ എന്നും, ദെൻ ആ ക്യാഷിന് പകരമായിട്ട് അയാൾക്ക് ഡിബഞ്ചർ ഇഷ്യൂ ചെയ്യുമ്പോൾ അത് പാർ വാല്യൂവിലാണ് ഇഷ്യൂ ചെയ്യുന്നതെങ്കിൽ വെൻഡർ അക്കൗണ്ട് എന്ന് വെച്ചാൽ വെൻഡർ ആണ് സെല്ലർ അക്കൗണ്ട് അപ് ടു ഡിബഞ്ചേഴ്സ്. ഇപ്പോൾ ആ ഡിബഞ്ചർ 10% ഡിബഞ്ചർ ആണെന്ന് വിചാരിക്കാം. എന്ന് വെച്ചാൽ ഡിബഞ്ചറിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ് 10% ആണ് വിചാരിക്കുക. അപ്പോൾ എന്തായിരിക്കും ജേണൽ എൻട്രി? വെൻഡർ അക്കൗണ്ട് അപ് ടു 10% ഡിബഞ്ചേഴ്സ് അക്കൗണ്ട്. ഓക്കെ, ദെൻ ആ ഡിബഞ്ചർ പ്രീമിയത്തിൽ ഇഷ്യൂ ചെയ്യുമ്പോൾ ജേണൽ എൻട്രി നോക്കൂ. വെൻഡർ അക്കൗണ്ട് എന്ന് വെച്ചാൽ സെല്ലർ അക്കൗണ്ട് അപ് ടു ഡിബഞ്ചേഴ്സ്. 10% ഡിബഞ്ചേഴ്സ് ആണെങ്കിൽ 10% ഡിബഞ്ചേഴ്സ് ടു സെക്യൂരിറ്റീസ് പ്രീമിയം. വെൻഡർ അക്കൗണ്ട് അപ് ടു 10% ഡിബഞ്ചേഴ്സ്, 12% ഡിബഞ്ചേഴ്സ് ആണെങ്കിൽ വെൻഡർ അക്കൗണ്ട് അപ് ടു 12% ഡിബഞ്ചേഴ്സ് ടു സെക്യൂരിറ്റി പ്രീമിയം. ഇനി അത് ഡിസ്കൗണ്ടിലാണ് ആ ഡിബഞ്ചർ ഇഷ്യൂ ചെയ്യുന്നതെങ്കിൽ വെൻഡേഴ്സ് അക്കൗണ്ട് അപ് ടു ഡിസ്കൗണ്ട് ഓൺ ഇഷ്യൂ ഓഫ് ഡിബഞ്ചേഴ്സ് അക്കൗണ്ട് അപ് ടു ഡിബഞ്ചർ അക്കൗണ്ട്. വെൻഡർ അക്കൗണ്ട് അപ് ടു ഡിസ്കൗണ്ട്
പ്രീമിയം ക്രെഡിറ്റും ഡിസ്കൗണ്ട് ഡെബിറ്റും. പ്രീമിയം കമ്പനിക്ക് ഇൻകമാണ്, ഇൻകം ക്രെഡിറ്റ് ചെയ്യും. ഡിസ്കൗണ്ട് കമ്പനിക്ക് ലോസ് ആണ്, അതുകൊണ്ട് അത് ഡെബിറ്റ് ചെയ്യും. ഡിസ്കൗണ്ട് ഓൺ ഇഷ്യൂ ഓഫ് ഡിബഞ്ചർ അക്കൗണ്ട് അപ് ടു ഡിബഞ്ചേഴ്സ് അക്കൗണ്ട്. Look at the illustrations. അപ്പോൾ ഈ 3 കേസും എക്സാമ്പിളിലൂടെ പ്രൂവ് ചെയ്യണം. എങ്ങനെയാണ് ഡിബഞ്ചറിൽ ഇഷ്യൂ ചെയ്യുന്ന കൺസിഡറേഷൻ അതർ ദാൻ ക്യാഷ്, അതിൻ്റെ ജേണൽ എൻട്രീസ്. First question, Ashirwad Company Limited purchased assets of the book value of 2 lakh from another company. ആശീർവാദ് കമ്പനി 2 ലക്ഷത്തിൻ്റെ അസറ്റ് വേറൊരു കമ്പനിയിൽ നിന്ന് പർച്ചേസ് ചെയ്തു. Then agreed to make the payment of purchase consideration by issuing 2010% debentures. അതിന് പകരമായിട്ട് എന്ത് ചെയ്തു? ക്യാഷ് കൊടുക്കുന്ന 2 lakh rupees കൊടുക്കുന്നതിന് പകരമായിട്ട് 2000 ഡിബഞ്ചർ ഇഷ്യൂ ചെയ്തു. ഓഫ് ₹100 ഈച്ച്. 100 രൂപയുടെ 2000 ഡിബഞ്ചർ. പലിശയാണ് 10%. അപ്പോൾ ഡിബഞ്ചറിൻ്റെ പേര് 10% ഡിബഞ്ചേഴ്സ് ആണ്. അപ്പോൾ ഇവിടെ ഈ പ്രോബ്ലം എന്ന് പറയുന്നത്, ഒരു കമ്പനി വേറൊരു കമ്പനിയിൽ നിന്ന്, ആശീർവാദം എന്ന് പറയുന്ന കമ്പനി വേറൊരു കമ്പനിയിൽ നിന്ന് 2 ലക്ഷം രൂപയുടെ, അത് രൂപയാണ്, റുപ്പീസ്, 2 ലക്ഷം രൂപയുടെ അസറ്റ് പർച്ചേസ് ചെയ്തു. ആ 2 ലക്ഷം രൂപയ്ക്ക് പകരമായിട്ട് കമ്പനി ക്യാഷിന് പകരമായിട്ട് എന്താ കൊടുത്തത്? 100 രൂപ വിലയുള്ള 2000 ഡിബഞ്ചറുകൾ ഇഷ്യൂ ചെയ്തു. അതിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് പറയുന്നത് 10% ആണ്. ഇനി ഇത് എങ്ങനെയാണ് ജേണലായിട്ട് റെക്കോർഡ് ചെയ്യുന്നത്? ലുക്ക് ഹിയർ. ഫസ്റ്റ് ജേണൽ എൻട്രി, അസറ്റ് പർച്ചേസ് ചെയ്യുമ്പോൾ ജേണൽ എൻട്രി. സൺട്രി അസറ്റ് അക്കൗണ്ട് അപ് ടു വെൻഡർ. സൺട്രി അസറ്റ് അക്കൗണ്ട് അപ് ടു വെൻഡർ നമ്മൾ ഫസ്റ്റ് പഠിച്ചിട്ടുണ്ട് ജേണൽ എൻട്രി. സൺട്രി അസറ്റ്, ഈ സ്ലൈഡിൻ്റെ ഫസ്റ്റ് പാർട്ട്. അസറ്റ് പർച്ചേസ് ചെയ്യുമ്പോഴുള്ള ജേണൽ എൻട്രി ചെയ്ത് സൺട്രി അസറ്റ് അക്കൗണ്ട് അപ് ടു വെൻഡർ 2 ലക്ഷം രൂപയുടെ അസറ്റാണ് പർച്ചേസ് ചെയ്ത്. ഇനി അത് ഇഷ്യൂ ചെയ്യുമ്പോൾ, ക്യാഷിന് പകരമായിട്ട് ഡിബഞ്ചർ ഇഷ്യൂ ചെയ്യുമ്പോൾ വെൻഡർ അക്കൗണ്ട് അപ് ടു 10% ഡിബഞ്ചേഴ്സ് എന്ന് വെച്ചാൽ ഇത് പാർ വാല്യൂവിലാണ് ഇഷ്യൂ ചെയ്യുന്നത്. വെൻഡർ അക്കൗണ്ട് അപ് ടു 10% ഡിബഞ്ചേഴ്സ്. പാർ വാല്യൂ എന്ന് പറഞ്ഞാൽ അതേ വാല്യൂവിന് ഇഷ്യൂ ചെയ്യാം. പ്രൈസ് കൂട്ടി ഇഷ്യൂ ചെയ്താൽ പ്രീമിയം, പ്രൈസ് കുറച്ച് ഇഷ്യൂ ചെയ്താൽ ഡിസ്കൗണ്ട്. ഓക്കെ. Here is another illustration. The പ്രീമിയത്തിൽ ഇഷ്യൂ ചെയ്യുന്ന കേസാണ്. റായ് കമ്പനി പർച്ചേസ് അസറ്റ്സ് ഓഫ് ബുക്ക് വാല്യൂ ഓഫ് 2,20,000 ഫ്രം അനദർ കമ്പനി. റായ് എന്ന് പറയുന്ന കമ്പനി 2,20,000 രൂപയുടെ അസറ്റ് വേറൊരു കമ്പനിയിൽ നിന്ന് പർച്ചേസ് ചെയ്തു. അതിന് പകരമായിട്ട് അവരെന്ത് ചെയ്ത് 2000 രൂപയുടെ 2000 ഷെയർ, 100 രൂപ, 2000 ഡിബഞ്ചേഴ്സ്, 2000 ഡിബഞ്ചേഴ്സ്. ഒരു ഡിബഞ്ചറിൻ്റെ വില 100 രൂപ, 2 ലക്ഷം, 20,000 പ്രീമിയം ആയിരിക്കും. ഓക്കെ. അപ്പോൾ അതിന് പകരമായിട്ട് എന്ത് ചെയ്തത്? ക്യാഷിന് പകരമായിട്ട് 2000 ഡിബഞ്ചേഴ്സും, 2000 ഡിബഞ്ചേഴ്സ്, ഒരു ഡിബഞ്ചറിൻ്റെ വാല്യൂ 100 രൂപ, അപ്പോൾ മൊത്തം 2 ലക്ഷം, 10% പ്രീമിയമാണ്. ഓക്കെ. ഇനി ഇതെങ്ങനെയാണ് ഇത് ജേണലായിട്ട് റെക്കോർഡ് ചെയ്ത് നോക്കുക. സൺട്രി അസറ്റ്സ്, അസറ്റ് പർച്ചേസ് ചെയ്യുമ്പോഴുള്ള ജേണൽ എൻട്രിയാണ് ഫസ്റ്റ് കാണിക്കേണ്ടത്. എല്ലാത്തിലും അതുപോലെ തന്നെയാണ്. 2,20,000 അസറ്റാണ് ഇവിടെ പർച്ചേസ് ചെയ്തത്. സൺട്രി അസറ്റ് അക്കൗണ്ട് അപ് ടു വെൻഡർ. ഇവിടെ വെൻഡർ ആയ കമ്പനി എന്ന് വെച്ചാൽ റായ് ലിമിറ്റഡ് ഏത് കമ്പനിയിൽ നിന്നാണോ പർച്ചേസ് ചെയ്യുന്നത് ആ വെൻഡറാണ്. അയാളുടെ പേര് തന്നിട്ടുണ്ടെങ്കിൽ അത് ഇവിടെ പേര്, വെൻഡറുടെ പേര് തന്നിട്ടില്ല, പർച്ചേസ് ചെയ്യുന്ന കമ്പനിയുടെ പേര് തന്നിട്ടുള്ളൂ. വെൻഡർ എന്ന സെല്ലറാണ്, അസറ്റ് വിൽക്കുന്ന കടയാണ് വെൻഡർ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ സൺട്രി അസറ്റ് അക്കൗണ്ട് അപ് ടു വെൻഡർ 2,20,000 രൂപയുടെ അസറ്റാണ് വാങ്ങിയത്. ഇനി ഈ 2,20,000 രൂപക്ക് പകരമായിട്ട് ഡിബഞ്ചർ പ്രീമിയത്തിൽ ഇഷ്യൂ ചെയ്യുന്നു. ജേണൽ എൻട്രി നോക്കൂ. വെൻഡർക്കാണ് ഇഷ്യൂ ചെയ്യുന്നത്. വെൻഡർ അക്കൗണ്ട് അപ് ടു പ്രീമിയത്തിൻ്റെ ഡിബഞ്ചറിൻ്റെ പേര് 10% ഡിബഞ്ചറാണ്. വെൻഡർ അക്കൗണ്ട് അപ് ടു 10% ഡിബഞ്ചർ ടു സെക്യൂരിറ്റീസ് പ്രീമിയം. ഡിബഞ്ചർ 2 ലക്ഷത്തിൻ്റെ ഇഷ്യൂ ചെയ്യുന്നത്. 2000 × 100, 2000 × 100 ആണ് ഡിബഞ്ചർ ഇഷ്യൂ ചെയ്യുന്നത്. 20,000 പ്രീമിയമാണ് ടു സെക്യൂരിറ്റീസ് പ്രീമിയം എന്ന് വെച്ചാൽ 10% പ്രീമിയം. 2 ലക്ഷത്തിൻ്റെ 10% പ്രീമിയം എന്ന് പറഞ്ഞാൽ 20,000 പ്രീമിയമായിട്ടാണ് ഇഷ്യൂ ചെയ്യുന്നത്. ജേണൽ എൻട്രി വെൻഡർ അക്കൗണ്ട് അപ് ടു 10% ഡിബഞ്ചേഴ്സ് ടു സെക്യൂരിറ്റീസ് പ്രീമിയം. നെക്സ്റ്റ് ഡിസ്കൗണ്ടിൽ ഇഷ്യൂ ചെയ്യുന്ന കേസ്. ഇവിടെ നാഷണൽ പാക്കേജിംഗ് കമ്പനി എന്ന് പറയുന്ന കമ്പനിയാണ് 1,90,000 റുപ്പീസിൻ്റെ അസറ്റാണ് പർച്ചേസ് ചെയ്തത്. 1,90,000 രൂപയുടെ അസറ്റ് പർച്ചേസ് ചെയ്തു.
ആ ക്യാഷിന് പകരം അവരെന്ത് ചെയ്തു? ഇഷ്യൂ ഡിബഞ്ചർ 5% ഡിസ്കൗണ്ടിലാണ് ഇഷ്യൂ ചെയ്ത്. 2000 ഡിബഞ്ചർ, 100 രൂപയുടെ 2000 ഡിബഞ്ചർ 5% ഡിസ്കൗണ്ടിൽ ഇഷ്യൂ ചെയ്തു. നോക്കിയോ അതിൻ്റെ എങ്ങനെയാണ് അതിൻ്റെ ജേണൽ റെക്കോർഡ് ചെയ്യുന്നത്? സൺട്രി അസറ്റ് പർച്ചേസ് ചെയ്യുമ്പോൾ ജേണൽ എൻട്രി സൺട്രി അസറ്റ് അക്കൗണ്ട് അപ് ടു വെൻഡർ 1,90,000 ആണ് അസറ്റ് പർച്ചേസ് ചെയ്തിരിക്കുന്നത്. ദെൻ മൊത്തം 2000 ഡിബഞ്ചർ ഉണ്ട്. 100 രൂപയാണ് ഒരു ഡിബഞ്ചറിൻ്റെ വാല്യൂ. മൊത്തം 2 ലക്ഷമാണ്. ആ 2 ലക്ഷത്തിൽ 5% ഡിസ്കൗണ്ട് ആണ്. 2 ലക്ഷത്തിൻ്റെ 5% പറയുമ്പോൾ 10,000 ഡിസ്കൗണ്ട്. ഓക്കെ, ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട് 2000 ഡിബഞ്ചറിൻ്റെ വാല്യൂ, ഒരു ഡിബഞ്ചറിൻ്റെ വാല്യൂ 100 രൂപ. മൊത്തം 2 ലക്ഷം ഡിബഞ്ചറാണുള്ളത്. അതിൽ 1,90,000 ആണ് കൊടുക്കാനുള്ളത്. 10,000 രൂപ ഡിസ്കൗണ്ട് ആണ്. കാരണം 2 ലക്ഷത്തിൻ്റെ 5% ഡിസ്കൗണ്ട്. ജേണൽ നോക്കൂ. വെൻഡർ അക്കൗണ്ട് ഡെപ്റ്റ് ഡിസ്കൗണ്ട് ഓൺ ഇഷ്യൂ ഓഫ് ഡിബഞ്ചർ അക്കൗണ്ട് ഡെപ്റ്റ് to 10% debentures. Vendor account debtor, discount on issue of debenture account debtor to 10% debentures. Okay.